ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറിൻ്റെ ഇരുവശങ്ങളിലുള്ള ഫാറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന കുറച്ച് വീട്ടിൽ ചെയ്യാവുന്ന വർക്കൗട്ടുകളാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത്. നമ്മുടെ ഓബ്ലിക്സ് ഭാഗം അല്ലെങ്കിൽ നമ്മുടെ ലവ് ഹാൻഡിൽ എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമാണിത്. ഓക്കെ, പെട്ടെന്ന് തന്നെ നമ്മുടെ വയറിൻ്റെ വശങ്ങളിൽ സൈഡ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ സ്ത്രീകൾക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിരിക്കും. നിങ്ങളപ്പോൾ ഇത് ശ്രദ്ധിച്ച് നിങ്ങൾ വീട്ടിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. ഓക്കെ, നിങ്ങളുടെ ബോഡിയൊക്കെ സ്ട്രെയിറ്റ് ആയിക്കൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിന്നതിന് ശേഷം നിങ്ങളുടെ ഒരു കൈ നിങ്ങൾ ഇതേ കണക്ക് നിങ്ങളുടെ ഹിപ്പ് ഭാഗത്തായിട്ട് നിങ്ങൾ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അടുത്ത കൈ താഴോട്ട് നമ്മൾ പതുക്കെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ വർക്കൗട്ട്. ഓക്കെ, 2 ഇതേപോലെ മാക്സിമം നിങ്ങൾ താഴോട്ട് ഇതേപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഒന്ന് നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതേ കണക്ക് 4 5. നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ഫാസ്റ്റായിട്ട് വളരെ പെട്ടെന്നൊക്കെ ചില ആൾക്കാർ ഈ ഒരു വ്യായാമങ്ങൾ ചെയ്യുന്നത് കാണാറുണ്ട്. ഒരിക്കലും നിങ്ങളങ്ങനെ ചെയ്യരുത്. നിങ്ങൾ വളരെ സാവധാനത്തിൽ നമ്മുടെ ആ ഒരു മസിൽസിലോട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു 25 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ആവർത്തിക്കുക. ഓക്കെ, നിങ്ങൾ വൺ സൈഡ് ഒരു 25 പ്രാവശ്യം നിങ്ങൾ ആവർത്തിക്കുക. അതിനുശേഷം നിങ്ങൾ അടുത്ത സൈഡും അതേ കണക്ക് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വളരെ സാവധാനത്തിൽ 2. നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുമ്പം തന്നെ നമുക്കത് അറിയാൻ പറ്റും. നമ്മുടെ ഓബ്ലിക്സ് ഭാഗത്തുണ്ടാകുന്ന ഒരു പെയിൻ നമുക്ക് കൃത്യമായിട്ട് തന്നെ അറിയാൻ പറ്റും. ഓക്കെ, വളരെ നല്ലൊരു വർക്കൗട്ടാണ്. ഞാൻ പറഞ്ഞത് കണക്ക് തന്നെ നിങ്ങളൊരു 25 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഓരോ ഭാഗത്തും നിങ്ങൾ ആവർത്തിക്കുക. അപ്പോൾ സ്ത്രീകളിലാണ് ഈ കൂടുതലും ഈ ഒബ്ലിക്സിൻ്റെ ഭാഗത്തെ കൊഴുപ്പ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതുകൊണ്ട് പലരും ഭയങ്കര ടെൻഷനിലൊക്കെയാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ ധരിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർക്ക്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം തന്നെ വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ വീട്ടിൽ ഫോളോ ചെയ്ത് നോക്കിയോളൂ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് നിന്നതിന് ശേഷം നിങ്ങളുടെ 2 കൈകളും ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കൂട്ടി പിടിച്ച് വെക്കുക. ഓക്കെ, അതിനുശേഷം ഇതേപോലെ ഞാൻ ഈ ചെയ്യുന്ന കണക്ക് നിങ്ങൾക്ക് വശങ്ങളിലോട്ട് ഇതേ കണക്ക് നിങ്ങൾക്ക് ട്വിസ്റ്റ് ആക്കാം. ഓക്കെ, ഇതേപോലെ വീണ്ടും പഴയ പൊസിഷനിലോട്ട് വരിക. ഇതേപോലെ നിങ്ങൾ ട്വിസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ കൈ ഒരിക്കലും മടങ്ങരുത്. ഓക്കെ, നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെക്കുക. നല്ല ഒരു വർക്കൗട്ടാണ്. നിങ്ങളുടെ ആ ഒരു ഒബ്ലിക്സ് ഭാഗം നല്ല രീതിയിൽ വർക്ക് ചെയ്യും. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഞാൻ ഈ വർക്കൗട്ട് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇതേപോലെ വശങ്ങളിലോട്ട് നമുക്ക് കൊണ്ടുപോകാം കൈകളെ. ഓക്കെ, സാവധാനം കൺട്രോൾ ചെയ്ത് പഴയ പൊസിഷനിലോട്ട് വരിക. വീണ്ടും സൈഡിലോട്ട് പോവാം. നിങ്ങളിങ്ങനെ 25 പ്രാവശ്യം 25 റപ്സാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, വളരെ നല്ല ഒരു വർക്കൗട്ടാണ് ഒബ്ലിക്സിന് വേണ്ടിയിട്ട്. അടുത്തായിട്ട് നമുക്ക് മൂന്നാമത്തെ വർക്കൗട്ടിലോട്ടോ. മൂന്നാമത്തെ വർക്കൗട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഞാൻ ഈ കൈ വെച്ചിരിക്കുന്ന കണക്ക് നിങ്ങൾക്ക് കൈകൾ ഇതേപോലെ ഹോൾഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് വശങ്ങളിലോട്ട് പതുക്കെ ട്വിസ്റ്റ് ചെയ്യാം ഇതേപോലെ. ഓക്കെ, 1 സ്ട്രൈറ്റ് ആയിട്ട് വരിക. 2 നൈസ് സ്ട്രൈറ്റ് ആവുക. വീണ്ടും 3 കണ്ടില്ലേ. അപ്പം ഞാൻ ഈ തിരിയുന്ന ആ ഒരു പൊസിഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഒരു ഒബ്ലിക്സ് ഭാഗത്തുണ്ടാകുന്ന ഒരു വ്യത്യാസം. ഓക്കെ, എൻ്റെ ഒബ്ലിക്സിന് ഉണ്ടാകുന്ന ഒരു മാറ്റം. ഞാൻ ആ തിരിയുന്ന സമയത്ത് എൻ്റെ ഒബ്ലിക്സ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല കൃത്യമായിട്ട് തന്നെ അത് മനസ്സിലാവുന്നതായിരിക്കും. ഇതേപോലെ ഓക്കെ, നിങ്ങളുടെ കൈ ഇതേ ഒരു പൊസിഷനിൽ വെക്കുക. വളരെ സിമ്പിളായിട്ടുള്ള വ്യായാമങ്ങളാണ്, വളരെ ഈസി ആയിട്ടുള്ള വ്യായാമങ്ങളാണ്. ഇതേപോലെ നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യുക. നിങ്ങളൊരു 25 റപ്സ് ചെയ്യുക. ഓക്കെ, 25 പ്രാവശ്യം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല രീതിയിൽ നിങ്ങളുടെ ഒബ്ലിക്സ് ആക്ടിവേഷൻ ആവും. ഓക്കെ, അടുത്തായിട്ട് നമ്മുടെ അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു കൈ ഇതേ കണക്ക് നിങ്ങൾക്ക് തലയിൽ ഹോൾഡ് ചെയ്യാം, നിങ്ങളുടെ ചെവിയുടെ ഭാഗത്തായിട്ട്. അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്ന പോലെ വേണ്ടേ നിങ്ങളുടെ അടുത്ത ഭാഗത്തെ കാല്, ഓക്കെ, ഓപ്പോസിറ്റ് സൈഡിലെ കാല് പതുക്കെ ഉയർത്തി കൊടുക്കുക. അതിനനുസരിച്ച് നിങ്ങളുടെ തല ആ ഒരു വശത്തോട്ട് കൊണ്ടുവരിക. ഓക്കെ, ഇതേ കണക്ക്. നൈസ്, നല്ലൊരു വർക്കൗട്ടാണ്. ഓക്കെ, സൈഡ് ക്രഞ്ചസ് ആണ്. നല്ലൊരു വർക്കൗട്ടാണ് നമ്മുടെ ഒബ്ലിക്സ് ഭാഗത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ലവ് ഹാൻഡിൽസിന് വേണ്ടിയിട്ട് അടിപൊളി ഒരു വർക്കൗട്ടാണ്. നിങ്ങൾക്ക് ഒരു 25 പ്രാവശ്യമാണ് ഞാൻ ചെയ്യാൻ പറഞ്ഞത്. മാക്സിമം നിങ്ങൾക്കത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 15 പ്രാവശ്യമെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതേപോലെ കാലുയരുന്നതനുസരിച്ച് നമ്മുടെ ഒരു തല ആ ഒരു ഭാഗത്തായിട്ട് ചരിഞ്ഞ് ട്വിസ്റ്റ് ചെയ്ത് പോകട്ടെ. നിങ്ങളുടെ ആ ഓബ്ലിക്സ് ഭാഗത്തിന് നല്ല പെയിൻ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായിരിക്കും. നിങ്ങൾ ഈ പെയിൻ അനുഭവപ്പെടുന്ന സമയത്ത് നിങ്ങൾ പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം പെയിൻ ഉണ്ടാവണം. നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ പെയിൻ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് റിസൾട്ടും ഉണ്ടാകുന്നത്. ഓക്കെ, ആ ഒരു ഭാഗത്തെ മസിൽസ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു പെയിൻ ഉണ്ടാകുന്നത്.
അപ്പോൾ നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം. അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഞാൻ ഈ നിൽക്കുന്ന നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാം. അതിനുശേഷം നിങ്ങളുടെ 2 കൈകളും സൈഡിലോട്ട് കൊണ്ട് ഇതേ കണക്ക് വെച്ചതിന് ശേഷം നിങ്ങളുടെ ഓരോ കൈ ഇതേ കണക്ക് ബാക്ക് വശത്തോട്ട് പതുക്കെ കൊണ്ടുവരിക. ഇതേപോലെ മാക്സിമം എത്രത്തോളം നിങ്ങൾക്ക് ബാക്കിലോട്ട് കൊണ്ടുവരാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ബാക്കിലോട്ട് കൊണ്ടുവരിക. ഇതേ കണക്ക്. ഓക്കെ, കൈ മടങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ബാക്കിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത്. ഇതും നമ്മുടെ ആ ഒരു ഒബ്ലിക്സ്, നമ്മുടെ ഒരു അരക്കെട്ട് ഭാഗത്തിന് വളരെ നല്ല ഒരു വ്യായാമമാണ്. കാണുമ്പോൾ വളരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു എക്സസൈസാണ്. നിങ്ങൾക്ക് 25 പ്രാവശ്യം ഈ ഒരു വർക്കൗട്ടും ചെയ്യാവുന്നതാണ്. ഓക്കെ, വളരെ സിമ്പിൾ വർക്കൗട്ടാണ്. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൈനൽ വർക്കൗട്ടാണ്. ഫൈനൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് നമുക്ക് കൈകൾ ഇതേ കണക്ക് ഉയർത്തി നിൽക്കാം ഇതേപോലെ. അതിനുശേഷം 1, ഒരു കൈ പതുക്കെ താഴ്ത്തു കൊണ്ടുവന്ന് 2, 3, നിങ്ങളുടെ സൈഡിലോട്ട് പതുക്കെ താണ്ട് ഇതേപോലെ. അതിനുശേഷം പതുക്കെ റിട്ടേൺ കൊണ്ടുവരാം. 5 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക. അതിനുശേഷം വീണ്ടും കൈ ഉയർത്താം ഓപ്പോസിറ്റ് സൈഡ്. 1, 2, കണ്ടില്ലേ, മാക്സിമം ബാക്കിലോട്ട് സൈഡിലോട്ട് കൊണ്ടുപോകണം കൈ. 3, 4, 5. ഓക്കെ, ഇതേ കണക്ക് 5 പ്രാവശ്യം ചെയ്യുക. വീണ്ടും നിങ്ങളുടെ അടുത്ത കൈ കൊണ്ട് 5 പ്രാവശ്യം ചെയ്യുക. 1, 2, 3, 4, 5. ഓക്കെ, അടുത്ത കൈ കൊണ്ട് അതിനുശേഷം വീണ്ടും 5 പ്രാവശ്യം ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോകളെല്ലാം തന്നെ ചെയ്യുന്നത് വീട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ വർക്കൗട്ടുകളാണ്. ഓക്കെ, ഒരുപാട് ഹെവി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരുപാട് മിഷൻ കൊണ്ടുള്ള വർക്കൗട്ടുകളോ ഒന്നുമല്ല നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.